കാർത്തിക് ശങ്കർ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ലേ ഇപ്പം അന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ അവർക്ക് മാത്രമായിരിക്കും ആ ഒരു വോയിഡും ആ ഒരു ഇതും ഫീൽ ചെയ്യുന്നത് നമ്മൾ പോയി കഴിഞ്ഞാലേ. അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്കായാലും അല്ല ആർക്കായാലും ആ ഒരു പീരീഡ് ഉണ്ട്, അവർക്കത് ഹീൽ ചെയ്യുന്നതും അത് പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞൊരു സംഭവം തോന്നുന്ന ഒരു പീരീഡ് ഉണ്ട്, അതുവരെ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യായുസ്സിനുള്ള ഇതെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു, നല്ല നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുത്തിട്ടുള്ള മനസ്സുകളിൽ കുറച്ചുകൂടി ഒന്ന് ജീവിക്കും. അത് കഴിഞ്ഞാൽ കാർത്തിക് ഇത്രേ ഉള്ളൂ, കാർത്തിക് ഇത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഉള്ള സമയത്ത് അടിച്ചു പൊളിച്ചങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ. ശരിയാണല്ലേ ആലോചിക്കുമ്പോൾ. അല്ലാതെ നമ്മൾ മരിച്ച് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി നമ്മളിവിടെ ഉണ്ട്, ഞാൻ മരിച്ചിട്ട് നമ്മളൊരാളുടെ മനസ്സിൽ നമ്മളുണ്ട്. അയാൾ മരിക്കുന്നവരെയും അതേ ഇൻറ്റൻസായിട്ട് ആരുടെയെങ്കിലും ലൈഫിൽ ഉണ്ടാവും നമ്മൾ? ഇല്ല, ആരുടെയെങ്കിലും. അത് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം മാഞ്ഞു പോകണം, അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും അത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് ഇച്ചിരി ഹാർഡാണ്. നമ്മൾ എത്രയൊക്കെ തത്വജ്ഞാനം പറഞ്ഞാലും എന്ത് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴും, ഇപ്പോൾ ഞാനൊരാളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് അത് കുറച്ച് പാടാണ്. ഇപ്പം ഞാൻ കുറച്ച് മൂവ് ഓൺ ആവാനും അതിൻ്റെ മറക്കാനൊക്കെ പാടാണ്. അത് ആ ഒരു പീരീഡ്, എല്ലാത്തിനും ഒരു ടൈം കാലമുണ്ട്, അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. കാർത്തിക് ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൊറോണ സമയത്ത് യൂട്യൂബ് തുടങ്ങി രക്ഷപ്പെടാതെ ക്ലച്ച് പിടിക്കാതെ പോയി വേറെ പല പരിപാടി ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. എനിക്കൊന്ന് 10,000-കണക്കിന് ആളുകളുണ്ടാവും. പക്ഷെ കൊറോണ വന്ന് ലോക്ക്ഡൌൺ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് ലൈഫിൽ സക്സസ്ഫുൾ ആയ ഒരു 100 പേരെടുത്താൽ അതിൽ ഏറ്റവും ആദ്യം 10-ൽ വരുന്ന ഒരു പേരാണ് കാർത്തിക് ശങ്കർ. യൂട്യൂബ് കൊണ്ടും അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് കാർത്തിക് ഇപ്പം നിൽക്കുന്നത്. സ്വന്തമായിട്ടുള്ളൊരു വളരെ ബാങ്ക് ബാലൻസ്, വണ്ടികൾ, വീട്, ഹാപ്പി ലൈഫ്, സിനിമയിലേക്ക് കയറുന്നു. ഇതെല്ലാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ്. എന്നിട്ടും ഐ ആം നത്തിങ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അല്ല, എന്നിട്ടും ഐ ആം നത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നത്തിങ് എന്ന് തന്നെ പറയാൻ പറ്റൂ. ഇതൊക്കെ എൻ്റെ സമ്പാദ്യങ്ങൾ, എനിക്ക് മാത്രമുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ സമ്പാദിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഞാൻ ഇവിടുന്ന് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോഴാണ് അതിനുത്തരം വരുന്നത്. ഞാൻ എന്തായിരുന്നു, എന്താണെന്ന് ആൾ അറിയുന്നത്. ഇതെന്ന് പറയാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് മാത്രമാണ്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതല്ല. അല്ലാതെ ഡീപ്പായിട്ട് പോകുന്നുണ്ട്, ഞാനത് കൺട്രോൾ ചെയ്യാൻ. ഈ ഇപ്പം എന്താ പറയുന്നത്, യൂട്യൂബിൽ കൂടെ ഉണ്ടായ സമ്പാദ്യമാണെങ്കിലും മറ്റു കാര്യങ്ങളായാലും എല്ലാം ഇത് ഞാൻ എന്നെ സന്തോഷിപ്പിക്കാനും എനിക്ക് വേണ്ടി ഞാൻ സ്വന്തമാക്കുന്നത് ഞാനല്ല. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം തരേണ്ടത് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോഴാണ്. ഞാൻ എന്തായിരുന്നു, എന്താണ് എന്ന് ഉത്തരം വരുന്നത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊരു മനുഷ്യനാവുമ്പോൾ നമ്മൾ സർവൈവൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത്രേ ഉള്ളൂ. അതൊരിക്കലും ഞാനാവുന്നില്ല. ഞാനിതൊക്കെ കോമഡി ആയിട്ടങ്ങ് വിടുക. ഐശ്വര്യ താടി കൈ എടുത്തു. ആരാണ് ഞാൻ പറയുന്നത്? അല്ല, ഈ സ്പിരിച്വൽ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ചിലർക്കത് ഇപ്പൊ അമ്പലത്തിൽ അല്ലെ അമ്പലം പള്ളി എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇപ്പൊ ആളുകൾക്ക് അത്ര അങ്ങോട്ട് കണക്ട് ആവാത്തൊരു ഒരു തലമുറയിൽ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. അപ്പൊ അവർക്ക് വളരെ ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താന്നേ തോന്നും, നട്ടപ്രാന്താന്നേ തോന്നും. അത് കുറച്ച് ചിലപ്പോൾ അതിലേക്കൊരു പോസിറ്റീവ് മൈൻഡ് കൊടുത്ത് കുറച്ച് നേരം കേൾക്കാനെങ്കിലും ഒരു ശ്രമം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണക്ട് ആവും. അങ്ങനെ പറയുന്ന ആൾക്കാരുടെ താഴെ ഏതാ അടിച്ചതെന്ന് അതെ കൂട്ടിയിട്ട് ചിലപ്പോൾ ഇതിന്റെ കമന്റിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അവസാനം കൊണ്ടത് കോമഡി ആയിട്ട്. ഈ ഒരു സ്പിരിച്വൽ ഗുരുവിനെ പറ്റി നമ്മൾ സംസാരിച്ചു, ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം സംസാരിച്ചു. കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്തായിരിക്കും? എന്താണ് ദൈവം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, ഒരു കോമൺ ഡെഫിനിഷൻ എന്താണെന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വേർഷൻ പറയാം. കാർത്തിക് ശങ്കറിന്റെ ലൈഫിലുള്ള ദൈവം അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ അതെന്തായിരിക്കും? പക്ഷെ അതാണ് ഞാൻ ചോദിച്ചത്. ഈ ദൈവം എന്ന് പറയുന്ന വേർഡിന് എക്സാക്റ്റ് ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു ഗാർഡിയൻ എന്നാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം സാധിച്ചു തരുന്ന ഒരു വ്യക്തിത്വം എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതെന്ത് ഉദ്ദേശത്തിലാണ് ഈ ദൈവം എന്ന് പറയുന്ന ഒരു വേർഡ് വരുന്നത്? ഫസ്റ്റ്, ഇത് ദൈവം എന്നുള്ളൊരു വേർഡിൻ്റെ എക്സാക്ട് മീനിങ് എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ് ആ ചിന്തകൾ. ഇപ്പോൾ എൻ്റെ അമ്മൂമ്മയോട് ദൈവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മൂമ്മ പറയും അവിടുത്തെ അമ്പലത്തിലെ കൃഷ്ണനാണെന്ന് പറയും.
എൻ്റെ അങ്ങനെ ഇപ്പോൾ എൻ്റെ അച്ഛനോടാണ് ചോദിക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയാം. അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന വേർഡാണ് ഞാൻ പറയുന്നത്. ഞാൻ ഓരോരുത്തരുടെ കൺസെപ്റ്റിൽ വേർഡ് എന്ന് പറയുന്ന അർത്ഥം തന്നെ അമ്പലത്തിൽ ഉള്ള ദൈവം കൂടുതൽ പേർക്കുള്ളത്, അമ്പലത്തിലുള്ള ദൈവം. ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലം അല്ലെങ്കിൽ അമ്പലത്തിലാണ് ദൈവം ഇരിക്കുന്ന ഒരു വിശ്വാസമുള്ള അല്ല ഞാൻ. അവിടെ എനിക്കൊരു പോസിറ്റീവ്നെസ്സും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടുന്ന ഒരു ഇതും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നതും എടുക്കുന്നതൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഡീപ്പായി പോകും. എന്നാലും നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയും ഈ എൻ്റെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റും എല്ലാം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ലൈഫിനെ എങ്ങനെ എനിക്ക് ദൈവത്തിലേക്ക് അടുക്കുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിനെ കുറച്ചുകൂടി കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുപോകുക. അതിനൊരു സിമ്പിൾ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒരു പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പക്ഷി മൃഗാദികളെ എന്തെങ്കിലും എടുക്കാം, നമ്മുടെ ലൈഫ് എടുക്കാം. ഈ രണ്ട് ലൈഫിലും നമ്മൾ ഈ മൃഗങ്ങൾക്കല്ലാതെ ഇവർ ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ലാതെ നമ്മൾ ഇത്ര വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അവർ ജനിക്കുന്നു, റീപ്രൊഡക്ഷൻ നടത്തുന്നു, സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മളും ഏകദാണ്ട് അതുപോലൊക്കെ തന്നെ ചെയ്യുന്നു, ചാവുന്നു. ഈ ഒരു പട്ടിക്കുട്ടിയുടെ ജീവിതം എടുത്താലും നമ്മുടെ ജീവിതം എടുത്താലും നമ്മൾ പിന്നെ കുറച്ച് കാറിലൊക്കെ സഞ്ചരിക്കും, നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ കാഴ്ചപ്പാടിൽ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു മീൻ ഇട്ട് തരികയാണ്. ഈ മീൻ ഇട്ട് തരികയാണെങ്കിൽ നമ്മളത് വെട്ടി കണ്ടിച്ച് കഴുകി വെക്കും. അതേസമയം ഒരു പൂച്ച എടുത്താണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവൻ മണപ്പിച്ചിട്ടാണ് അവൻ പാട്ട് പോകും. കാരണം അമോണിയ ഇട്ടാന്ന് അവനറിയാം, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് കൊണ്ട് ലാബിൽ കൊണ്ട് ചെക്ക് ചെയ്യണം. അപ്പോഴും അവർക്കാണ് ഇച്ചിരി ഒരുപാട് മുന്നിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ്റെ ശരിക്കുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ ശരിക്കുള്ള ഒരു കോൺഷ്യസ്നെസ് എന്താണെന്ന് അറിയുക. അതിലേക്കുള്ള യാത്രയാണ് എനിക്ക് ദൈവം, അതിലേക്ക് കണക്റ്റ് ആവുക എന്നുള്ളതാണ് എനിക്ക് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ദൈവത്തെ തേടുക എന്നുള്ളൊരു കൺസെപ്റ്റ്. അല്ലാതെ എനിക്ക് ഒരു വേർഡ്, അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ഇപ്പം അമ്പലത്തിലിരിക്കുന്ന ഒരു വേർഡ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല എനിക്ക് ദൈവം എന്ന് പറയുന്നത്. പലരും പറയും നമ്മുടെ ഉള്ളിലാണ്, യെസ് നമ്മുടെ ഉള്ളിലാണ് ദൈവം, അങ്ങനെയൊക്കെയുണ്ട്, അതൊക്കെ വേറെ വിശദീകരണങ്ങൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ദൈവം എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിലേക്ക് അടുക്കുക എന്നുള്ളത് എൻ്റെ ഈ ഹ്യൂമൻ ലൈഫിൻ്റെ ഇപ്പോഴത്തെ ഒരു ബോധനിലത്തിൽ നിന്നും മറ്റൊരു ശരിയായ ബോധ തലത്തിലേക്കുള്ള ഉയർച്ച, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിനെ കാണുന്നത് ഒരു എനർജിയിലൊന്നും അല്ല വിശ്വസിക്കുന്നത്, അങ്ങനെ ഒന്നുമല്ല. ഒരു സംഭവത്തിൽ ഒരുപാട്, അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം എനർജി ഉണ്ട്. നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഡിഫറെൻറ്റ് തോട്ട്സ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഉണ്ട്. ഒരു പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കും ഇതുണ്ട്. പക്ഷേ എന്നോട് അൾട്ടിമേറ്റ് ആയിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് പോകുന്ന ഒരു സ്പിരിച്വൽ എന്താണ് ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ എങ്ങനെ ദൈവമാക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു ബോധ നിലവാരത്തിൽ നിന്നും ഉയർച്ചയിലേക്ക്. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സാധാരണ ഒരു മറ്റുള്ള പക്ഷിമൃഗാദികൾ ജീവിക്കുന്നതിൽ നിന്നും വലിയ വ്യത്യസ്തമായിട്ടുള്ള ജീവിതമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മൾ ഇത്രയും ബോധ നിലവാരമോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന മനുഷ്യന് വലിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നില്ല, കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ ഹ്യൂമൻ കേപ്പബിലിറ്റി, മാക്സിമം കേപ്പബിലിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യാം, അതിലേക്ക് എത്താം, അപ്പോൾ നമ്മൾ തന്നെ ദൈവമായി തീരും എന്നുള്ള കൺസെപ്റ്റാണ് ദൈവം എനിക്ക്. കാർത്തിക് ശങ്കറിന്റെ ബുക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഉണ്ടാവില്ല, എനിക്കറിയില്ല. എഴുത്. അല്ല, ഞാൻ വളരെ നമ്മൾ പറഞ്ഞതിന് പൊട്ടത്തരം അത് കണക്ട് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടാവും കേൾക്കുന്നത്. കണക്ട് ചെയ്യാത്ത മെജോറിറ്റിക്ക് ഇത് കണക്ട് ആവില്ല, അത് നമുക്ക് ഇപ്പോഴേ പറയാം, മെജോറിറ്റി കണക്ട് ആവില്ല. പക്ഷെ ഇത് കണക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ പറയുന്ന തോട്ട് പ്രോസസ്സിലൂടെ പോകുന്ന ഈ ചിന്താഗതികൾ കൊണ്ടു കിടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കിത് 100% അല്ലാത്തവർ പറഞ്ഞുകൊണ്ടേ സിമ്പിളായിട്ട് നമ്മളൊക്കെ അവരെ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ആൾക്കാർ പോകുന്ന അവരുടെ ഇതെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഗുരുവിനെ അല്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് അല്ല കിട്ടുന്നതെങ്കിൽ അതിനകത്തിൽ തന്നെ ഒരു ലൂപ്പിൽപ്പെട്ട പോലെ കിടന്ന് കറങ്ങാനും ഒരുപാട് അതുണ്ട്. ഇതെങ്ങനെ ജഡ്ജ് ചെയ്യാൻ, എനിക്ക് കിട്ടിയത് കറക്റ്റാണ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനൊരു പ്രത്യേകിച്ച് ഒരു ഫോർമുല ഒന്നും ഇല്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഫോർമുല ഒന്നുമില്ല. ഒന്നിലും ഭയങ്കരമായി അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ഇതിലേക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അത്, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ന്യൂമറോളജി ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഓരോ ആൾക്കാരെ ഈ ചില കാര്യങ്ങളിൽ അങ്ങ് ഭയങ്കരമായി നമ്മളെല്ലാത്തിലും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻ്റ് ആണ് വേണ്ടതെന്ന് പറയും സ്പിരിച്വാലിറ്റിയിൽ.
കാരണം പുള്ളി എങ്ങോട്ട് ഇറങ്ങുമ്പോഴും തിരിയുമ്പോഴും എന്തെങ്കിലും ഇത് കാണുമ്പോഴും പുള്ളി ആരുടെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും കാറ് കണ്ടാലും 8, 4, 12, 11, 13 കേട്ടോ, സൂക്ഷിക്കണേ. അപ്പോൾ നിങ്ങളുടെ പേരെന്താ? കാർത്തിക. KR 22. ഞാനും ന്യൂറോളജി, എൻ്റെ ചെറുപ്പത്തിൽ ന്യൂറോളജി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പേര് മാറ്റിയത്. പക്ഷെ പിന്നെ അത് മാറ്റി, അത് അന്ന് ആൾക്കാരൊക്കെ പറയും എല്ലാ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നമ്മളത് പിന്നെ അതും പൊക്കിക്കൊണ്ട് നടക്കുകയല്ല. നമ്മുടെ ലൈഫിൽ വരുന്നവരുടെ പേരൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഞാൻ ഫ്രണ്ട്സ് ആവും എന്നൊക്കെ അല്ലല്ല. ഇത് നമ്മളിപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഒരു പുതിയ വർക്കിൻ്റെ പോസ്റ്റർ കൊടുത്താൽ തന്നെയും അതിൻ്റെ പേര് ഗുഡ് ബൈ ഗോസ്റ്റ് അയ്യോ 34 വരുന്നത് മാറ്റണം, അവിടെ അതിനകത്തൊരു H കൂടെ ചേർക്കണം. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. അപ്പോൾ അത് മറ്റുള്ളവർ നമ്മളെ കളിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു ബോധം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നമുക്കൊരല്പം ഒരു 50% ഇതിലൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലിങ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ നമ്മളെന്താണെന്ന് വെച്ചാൽ 100% ഇതിലൊക്കെ ഇപ്പോൾ ഒരു ന്യൂമറോളജി എന്നോ വല്ലതും പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എനിക്കറിയാം വീടിന് വെളിയിലേക്ക് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നവർ വരെ ഉണ്ട്. വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് ഗേറ്റ് വരെ ഇത്ര സ്റ്റെപ്പ് വെച്ചിട്ടേ രാവിലെ ഇറങ്ങാവൂ എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പ് കണക്കിന് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരിക്കലും സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ പറ്റില്ല, അന്ധവിശ്വാസം അതിനെയാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു ഇതിനൊക്കെ ഒരു ഡിറ്റാച്ച്ഡ് ഫീലേ കൊടുക്കാവൂ. അല്ലാതെ ഇതിൽ ഓവറായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് മുതലെടുക്കാൻ പറ്റും. ഈ സ്പിരിച്വാലിറ്റിയിൽ ഇത്രയും മുഴുവനായിട്ടൊന്നും പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ അറിവുകളുള്ള, ഇത്രയും നന്നായി സംസാരിക്കുന്ന ഒരു സ്പിരിച്വൽ ഗുരുവുള്ള, ഇത്രയും കാഴ്ചപ്പാടുള്ള കാർത്തികന് ആദ്യ പ്രണയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് എന്തുകൊണ്ടാവും പുറത്തു വരാൻ പറ്റുന്നില്ല? അല്ല, ഇത് ആദ്യ പ്രണയം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏറ്റവും അവസാനത്തെ പ്രണയം എന്ന് ഞാൻ പറയാം. അത് ആ ഒരു പ്രണയത്തിൽ നിന്നാണ് നമുക്ക് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കും. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട ചില നമ്മുടെ ഇപ്പോഴത്തെ തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മളിൽ അമ്പലത്തിൽ, ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ച അവന് പരീക്ഷയെ വിജയിപ്പിച്ചേക്കണേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല ഇതിനുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആവാം, അല്ലെങ്കിൽ വാട്ടെവർ എന്താ. ഇപ്പം ഒരു കുട്ടി ജനിച്ച് ഒരു 6 മാസം ആകുമ്പോഴേ നല്ലതായിട്ട് പാടുന്നു, അല്ലെങ്കിൽ നല്ലതായിട്ട് ഡാൻസിലൊക്കെ ഇതാവുന്നു പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിൽ അറിയില്ല, നമുക്കറിയില്ല. ഭയങ്കര നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിലോട്ടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ടേ ഉള്ള അട്രാക്ഷൻ എങ്ങനെ തോന്നി? വീട്ടിൽ ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല. അതെങ്ങനെ തോന്നിയെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് ഡിസൈൻഡ് ആയി പോകുന്നത്. ഈ ലൈഫിൽ വരുന്ന ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസ് നമുക്ക് എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ സോളിന് ഡാമേജ് ഇല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങൾക്കും ഡാമേജ് ഇല്ലാതെ. ഇപ്പോഴും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല, ഭയങ്കര ഇതൊക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരുത്തുന്നില്ല, എഴുത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഇതിൻ്റെ ഒരു പവറാണ്. എനിക്ക് എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്, ചിലപ്പോൾ ഞാൻ 2-3 വട്ടം അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകും. അതെൻ്റെ അദ്ദേഹത്തോടുള്ള സ്നേഹം, ഇമോഷൻ, അത് വേറെ. പക്ഷേ എനിക്ക് ഒരു വർക്ക് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെന്ന് പറയുമ്പോഴോ എനിക്ക് എന്നെ ബലപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബലമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയിട്ടല്ല അത്. ഞാൻ പറഞ്ഞില്ല, അത് എൻറ്റയർലി ഡിഫറെൻറ്റ്. പലരുടെയും തോട്ട് അതാണ്, നമ്മുടെ ഭൗതികപരമായ കുറച്ച് കാര്യങ്ങൾ നേടാനും നമുക്ക് എപ്പോഴും ഇതായിട്ടിരിക്കാൻ പറ്റുന്ന ഇത്, അതിനു വേണ്ടിയിട്ടല്ല അത്. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ഓവർകം ചെയ്യാൻ പറ്റില്ലേ എന്ന്. ഐ മീൻ ഇത്രയും അറിവുള്ള ഒരാൾക്ക് അതിനെ സിമ്പിളായിട്ട് ഓവർകം ചെയ്തുകൂടെ? അതാണ് എൻ്റെ ചോദ്യം. ഓവർകം ചെയ്യാതെ നമുക്ക് ചിരിക്കാൻ പറ്റൂല. ഓവർകം ചെയ്ത് കഴിഞ്ഞു. അത് ഓവർകം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരാൾ നമ്മുടെ ലൈഫിൽ വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞില്ല, ഒരു വോയിഡ് എപ്പോഴും ഉണ്ടാവും, അതുണ്ടാവും. ഈ ഓവർകം ചെയ്യാതെ പറ്റാത്തവരാണ് നമ്മുടെ ഇപ്പോൾ വർക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്ക് പോകുന്നത്. അത് അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോഴോ അത്തരം കാര്യങ്ങളെ പറ്റി ഇതാക്കുമ്പോഴോ ഇമോഷണൽ ആവുന്നത് അതിൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ ഓവർകം ചെയ്തിട്ടില്ല, അതിൻ്റെ ലൈഫ് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൻ്റെ പേരിൽ വെള്ളം ഒടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തകർച്ചയിലോട്ട് പോയിട്ടില്ല. ഞാൻ അതിനെ തീർച്ചയായിട്ടും അതിൻ്റെ ലൈഫിലുണ്ടായി, അതിനെ ഓവർകം ചെയ്തു തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അത് കഴിഞ്ഞ് ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ ഓവർകം ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെപ്പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ എനിക്കെന്നും ഒരു സുഖമുള്ള ഒരു വേദനയായിട്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ.